നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണലൂർ പാലാഴിയിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്നവരെ പോലീസ് പിടികൂടി. തൃത്തല്ലൂർ ഏഴാംകല്ല് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ റോഡ് തകർന്ന് യാത്ര ദുരിതം. വോട്ട് കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് ഒപ്പുശേഖരണം നടത്തി. വാർത്തകൾ തുടരുന്നു. മണലൂർ പാലാഴിയിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്നവരെ കൊടൈക്കനാലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ മാമ്പുളി പാറയ്ക്ക് വീട്ടിൽ ആഷിഖ് വർഗീസിനെ പാലാഴിയിലെ വായനശാലയ്ക്ക് സമീപം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ മണലൂർ പാണ്ടാരൻ വീട്ടിൽ പവൻദാസ്, പാലാഴി വിളക്കേത്ത് വീട്ടിൽ വിഷ്ണുദേവ്, തണ്ടയിൽ വീട്ടിൽ രാഹുൽ എന്നിവരെയാണ് റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സൈരിൻ, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, കിരൺ, ഡ്രൈവർ CPO സജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃത്തല്ലൂർ ഏഴാംകല്ലിൽ നിന്ന് തുടങ്ങുന്ന ദേശീയപാത 66ന്റെ ബൈപ്പാസ് ക്രോസ് ചെയ്യുന്ന കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ മാസങ്ങളായി റോഡ് തകർന്ന് കിടക്കുന്നതുമൂലം വലിയ കുഴികൾ രൂപപ്പെട്ടു. ദിവസേന വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. കാൽനടക്കാരും ക്ലേശം അനുഭവിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ജല അതോറിറ്റിയുടെ പൈപ്പിടാൻ കുഴിയെടുത്ത് ശാസ്ത്രീയമായി അടയ്ക്കാത്തതാണ് ദുരിതമായത്. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥയ്ക്കും കെടുകാര്യസ്ഥയ്ക്കുമെതിരെ ജനകീയ സംരക്ഷണ കമ്മിറ്റിയും പൗരസമിതിയും ചേലോട് റെസിഡൻസ് അസോസിയേഷനും സംയുക്ത യോഗം ചേർന്ന് പ്രതിഷേധിച്ചു. യോഗത്തിൽ ജയതിലകൻ ചാളിപ്പാട്ട് അധ്യക്ഷനായി. സംയുക്ത സമിതി കൺവീനർ ഖാദർ ചേലോട്, ഭാസ്കരൻ നായർ കളപ്പുരയിൽ, RA സെയ്ദ് മുഹമ്മദ്, P ഉണ്ണികൃഷ്ണൻ, സമീർ ഹംസ, TRS ബാബു, സുരേഷ് തച്ചപ്പുള്ളി, കുമാരൻ പനച്ചിക്കൽ, PR ശശിധരൻ, രാജി നന്ദില്ലത്ത്, ഷീജ ടീച്ചർ വൈക്കാട്ടിൽ, ജോർജ്, രമ KV, പ്രിൻസി, ദയാനന്ദൻ PS, ജയഗോപാലൻ വൈക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. വോട്ട് കൊള്ളയ്ക്കെതിരെ 5 കോടി ഒപ്പ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ക്യാമ്പയിൻ നടത്തി. തൃപ്രയാറിൽ നടന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ചട്ടവും എല്ലാ നിയമവും എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് രാജ്യത്ത് കൂട്ടത്തോടെ വോട്ടുകൾ ചേർക്കുകയും രാജ്യത്ത് കൂട്ടത്തോടെ വോട്ടുകൾ വെട്ടുകയും ചെയ്യുന്ന ജനാധിപത്യ അട്ടിമറിയാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറഞ്ഞ സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, അതിനു നേരെ ഭീഷണി ഉയർത്തിയും കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയും നടന്നവർ ഇപ്പോൾ പഞ്ചപുച്ഛമടച്ച് മൗനിയായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയോട് പരാതി എഴുതി നൽകാനും രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം കൊടുക്കാനും പറഞ്ഞവർ രാഹുൽ ഗാന്ധി പറഞ്ഞ ഇടത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. തിരുത്തൽ വരുത്തേണ്ട ഗതികേടിലാണ് മോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എത്തി നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതിനും അപ്പുറം, രാഹുൽ ഗാന്ധി രാജ്യത്തെ അറിയിച്ചതിനും അപ്പുറം ഇനിയും വലിയ ബോംബുകൾ പൊട്ടാനുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ആറ്റം ബോംബാണ് രാഹുൽ ഗാന്ധി പൊട്ടിച്ചതെങ്കിൽ ഇനി ഹൈഡ്രജൻ ബോംബും പ്ലൂട്ടോണിയം ബോംബും നരേന്ദ്രമോദിക്കെതിരെ പൊട്ടാനിരിക്കുന്നതേയും. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, ജീജ ശിവൻ, KV സുകുമാരൻ, PC ജയപാലൻ, PK നന്ദനൻ, ജയ സത്യൻ, രഹന ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു. നാട്ടിക മണ്ഡലത്തിൽ നിന്ന് 5000 ഒപ്പുകളാണ് ശേഖരിച്ച് നൽകുന്നത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഗ്രികൾച്ചർ പ്ലാന്റ് ഫിസിയോളജിയിൽ ബെസ്റ്റ് തീസിസ് അവാർഡോടുകൂടി കാരമുക്ക് കൊല്ലാടിക്കൽ വിജയകുമാറിന്റെയും രജിതയുടെയും മകൾ അമൃത വിജയകുമാർ PhD നേടി. KSSPU വേങ്ങണ്ടിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു.
യൂണിറ്റ് അംഗം ലേഖ മനോജിന്റെ വസതിയിൽ ചേർന്ന യോഗം KSSPU ജില്ലാ പ്രസിഡന്റ് ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി നടന്നപ്പോൾ നമ്മൾ ഇപ്രാവശ്യം 12 കുടുംബ സംഗമമെങ്കിലും നടത്തണം എന്ന തീരുമാനമെടുത്തു. ഇപ്പോൾ കുടുംബ സംഗമത്തിൽ നമുക്ക് കൂടുതൽ പ്രസംഗമല്ല ആവശ്യമുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഡാറ്റാ ഷീറ്റ് ഇപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൽ നമ്മുടെ എല്ലാ മെമ്പർമാർക്കും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയിൽ കുടുംബസംഗമത്തിൽ വേണമെങ്കിൽ അത് ആവാം. കാരണം അതൊരു ക്യാമ്പയിനാണ്. ഇന്ദിരാബായി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു വിശിഷ്ടാതിഥിയായിരുന്നു. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും മേങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റുമായ TC റീത്ത ടീച്ചർ, യൂണിറ്റ് സെക്രട്ടറി KS അജിതകുമാർ, തളിക്കുളം ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ TK ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി പ്രസന്നകുമാരി ടീച്ചർ, ലേഖ മനോജ്, അജിതകുമാരി ടീച്ചർ, മേഴ്സി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കവിതാലാപനം, വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടായി. ഒരു മീനിനെ കൊത്തും പായുന്ന പൊന്മയെ വെറുതെ ശകാരിച്ചു നിൽക്കയാകാം. അരികിൽ നിന്നാരേ കരയുന്നു മുത്തച്ഛനരികിൽ അറിയേണ്ടവരും. അമ്പതിനാവേശത്തോടിന്നു ഞാൻ കൺമതല്ലോ, 80 തികയുന്നോരൻപോലും കിടാവ് നീ. അമ്പതിനാവേശത്തോടിന്നു ഞാൻ കൺമതല്ലോ, അമ്പും നോയമ്പും പെരുന്നാളും. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കാരമുക്ക് ചാത്തംകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ആഘോഷ പരിപാടികളിൽ വെള്ളിയാഴ്ച വൈകിട്ട് കടവല്ലൂർ നന്ദനമാരാർ അവതരിപ്പിച്ച സോപാന സംഗീതം, ആർദ്ര രാജേന്ദ്രൻ ആൻഡ് ടീം നടത്തിയ ഭക്തിഗാന സുധ എന്നിവ അരങ്ങേറി. നിരവധി പേർ പങ്കെടുത്തു. വലപ്പാട് ഉപജില്ലയിലെ സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും, ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും, സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഉപജില്ലാ ചെസ് മത്സരം വാടാനപ്പള്ളി കമല നെഹ്റു വിദ്യാലയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. സംഘാടകരായ ബിനോയ് T മോഹൻ, സുരേഷ് കുമാർ NK, ജിജോ തമ്പി, ശ്രീജ മൗസ്മി എന്നിവർ പങ്കെടുത്തു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും 25 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫിഡെ ആർബിറ്റർ KU നൌഷാദ് ചെസ് മാസ്റ്റർ ആയിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി ക്യാമ്പയിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യൻ പ്രസിഡന്റിനും 5 കോടി ഒപ്പ് ശേഖരിച്ച് സമർപ്പിക്കുന്ന ഭീമ ഹർജിയിലേക്ക് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരിങ്ങോട്ടുകര 3 കുടിയ സെന്ററിൽ നാട്ടുകാരിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, സെക്രട്ടറി CR രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, നിസാർ കുമ്മങ്കണ്ടത്ത്, പോൾ പുലിക്കോട്ടിൽ, ഗ്രീന പ്രേമൻ,
റോയ് ആന്റണി, ആഷിഖ് ജോസ് എന്നിവർ സംസാരിച്ചു. വോട്ട് ചോരി എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനകോടികളുടെ വോട്ട് അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരണം കൈയാളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ അനേകം ലക്ഷത്തിൽ പരം ഇന്ത്യയിലാകെ ഈ വോട്ടർ ചോരിയിലൂടെ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ധാർമ്മിക സമരം, നമ്മുടെ നേതാവിൻ്റെ ധാർമ്മിക സമരം, ഈ രാജ്യത്തെ ജനങ്ങളുടെ ധാർമ്മിക സമരം ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാനും ഇന്ത്യയുടെ ജനാധിപത്യ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാനുമുള്ള ഒരു പോരാട്ടത്തിന്റെ പാതയിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച തുക സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ മഞ്ജു ചികിത്സാ സഹായനിധിയിലേക്ക് കൈമാറി. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് മഞ്ജുവിന് ഉടൻ വൃക്ക മാറ്റിവെക്കേണ്ടതുണ്ട്. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷെരീഫ് RA, HM ഇൻചാർജ് റീന ജോർജ്, NSS പ്രോഗ്രാം ഓഫീസർ പ്രിയങ്ക ടീച്ചർ, കുഞ്ഞുമോൻ മുഹമ്മദ്, അരവശ്ശേരി ഹംസ, NSS വോളണ്ടിയർമാർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. മഞ്ജു എന്ന 27 വയസ്സുള്ള യുവതി, അവരുടെ 2 വൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. അടിയന്തരമായി അത് മാറ്റിവെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സ നമുക്കറിയാം, ഒരുപാട് പൈസ ഇതിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആ ചികിത്സാ സഹായത്തിലേക്കായിട്ട് ഈ വിദ്യാലയത്തിൽ നിന്ന് നമ്മൾ ശേഖരിച്ച പൈസ നമ്മൾ ആ രക്ഷിതാക്കളെ നിർമ്മിച്ച് ഏൽപ്പിക്കുകയാണ്. ആ യുവതിക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഈ വിദ്യാലയത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളോട് നേരുന്നു.
വാടാനപ്പള്ളി ബീച്ചിൽ താമസിക്കുന്ന മത്സ്യവിതരണ തൊഴിലാളിയായ കുഞ്ഞുമോന്റെ 4 പെൺമക്കളിൽ മൂത്ത മകൾ 27 വയസ്സുള്ള മഞ്ജു 2 കിഡ്നികളും തകരാറിലായി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുകയാണ്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള മഞ്ജുവിന് പിതാവ് കുഞ്ഞുമോന്റെ കിഡ്നിയാണ് മാറ്റിവെക്കുന്നത്. എന്നാൽ 2 പേരുടെ ഓപ്പറേഷനും കിഡ്നി മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും ഏകദേശം 25 ലക്ഷം രൂപ ചിലവ് വരും. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തുന്നതിന് ഭീമമായ തുക കണ്ടെത്തേണ്ടതുണ്ട്. നിത്യച്ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുഞ്ഞുമോന്റെ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ തുക. സുമനസ്സുകളുടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ് മഞ്ജുവിന്റെ കുടുംബം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വയോജന സൗഹൃദ പരിപാടികൾക്ക് തുടക്കമായി. വയോജന കൂട്ടായ്മകളുടെ ഭാഗമായി വയോമംഗലം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന കലോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. സിനിമ സീരിയൽ താരങ്ങളായ ഷൈജൻ ശ്രീവത്സൻ, മനോ മോഹൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA ഷാജഹാൻ, ഇസഹാഖ് പുഴങ്കരയില്ലത്ത്, ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ, PM സൈനുൽ ആബിദീൻ, റസീന ഷാഹുൽ ഹമീദ്, ജിനൂബ് അബ്ദുൾ റഹ്മാൻ, CJ പോൾസൺ, MS സുജിത്, ഷെഫീഖ് സിനാൻ, UY ഷമീർ, AM ജയന്തി, PK സുകന്യ, പ്രജീന ബാൻ, ഖദീജ പുതിയ വീട്ടിൽ, വാർഡുതല വയോജന കൂട്ടായ്മ സ്വാഗത സംഘം ചെയർമാൻ സിദ്ദീഖ്, സെക്രട്ടറി ഫാത്തിമ സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, CDS ചെയർപേഴ്സൺ റസ്മിയ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ KR വൈദേഹി, പഞ്ചായത്ത് കോർഡിനേറ്റർ KK സക്കറിയ, കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ്, അസിസ്റ്റന്റ് ഹരിത എന്നിവർ പങ്കെടുത്തു. വിവിധ വാർഡുകളിൽ നിന്നായി 800ഓളം പേർ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുമെന്നൊരു സ്വകാര്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്തുണ്ട് നമ്മുടെ കേരളോത്സവം. ഇനി അതിന് താഴെ ഉള്ള വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് യുവജനോത്സവം. 60 വയസ്സ് കഴിഞ്ഞാൽ എന്ത് നമ്മുടെ ഇപ്പൊ കൂടുന്നുള്ള മുതിർന്ന പൗരന്മാർ സംഘടന കലോത്സവങ്ങളുണ്ട്. അപ്പൊ 40 വയസ്സും 60 വയസ്സിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. 20 വയസ്സ് ഇതൊരു ഗ്യാപ്പുണ്ട്. അതെന്ത് ചെയ്യുമെന്നാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാറില്ല. നമുക്കത് അടുത്ത പഞ്ചായത്തിന് നമുക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് നമുക്ക് ആലോചിക്കാം. ആ 40 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സിന് മുമ്പിലുള്ളവർ എന്തെങ്കിലും ഒരു പ്രത്യേകമായി ചെയ്യാൻ കഴിയുമോ? പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ 3ാം ദിനമായ ശനിയാഴ്ച അതുൽ കൃഷ്ണയുടെ വയലിൻ കച്ചേരി നടന്നു. പ്രശസ്ത സംഗീതജ്ഞ ചെന്നൈ ഹിരൺമയിയുടെ സംഗീതാർച്ച ശ്രദ്ധേയമായി. മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഹിരൺമയിയെ പൊന്നാട നൽകി ആദരിക്കുകയും ചെയ്തു. ഇന്ത്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാവായ ദേവ്കൃഷ്ണയുടെ പ്രകടനവും ആകർഷകമായി. തുടർന്ന് ശ്രീറാം രഞ്ജന്റെ വയലിൻ കച്ചേരി, പാന്തോട് ഉഷ ടീച്ചർ, സൂര്യവടമ, കൃഷ്ണദേവ് എന്നിവരുടെ വായ്പാട്ട്, താനം സംഗീത വിദ്യാലയം അവതരിപ്പിച്ച സംഗീതാർച്ചന, നെടുമ്പാശ്ശേരി ദുർഗാ സംഘത്തിന്റെ കൈകൊട്ടിക്കളി, അമലാനഗർ അനന്യ കലാക്ഷേത്രം നൃത്താർച്ചന എന്നിവ നടന്നു.
ഞായറാഴ്ച രാവിലെ തൃശൂർ വേദവേദ്യ സംഗീത സഭ അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം, താണിക്കുടം നാട്യകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താർച്ചന, ബാംഗ്ലൂർ രൂപകിരണിന്റെ ഭരതനാട്യം, മഹിക പ്രകാശ് ഏങ്ങണ്ടിയൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം, കലാമണ്ഡലം വൈഷ്ണവി ഉണ്ണിമായ ശ്രീ ദുർഗ കലാലയം, മയൂരി നൃത്ത വിദ്യാലയം തൃത്തല്ലൂർ, ശിവാനി അരിമ്പൂർ, ഗൗരി എറവ്, സാനിയ സന്ദീപ്, ആദിശ്രീ വലപ്പാട് എന്നിവർ അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് എന്നിവയുണ്ടാകും. പെരിങ്ങോട്ടുകര കാനാടിക്കാവിൽ നവരാത്രി ഉത്സവത്തിൽ വെള്ളിയാഴ്ച നടന്ന പെരിഞ്ഞനം ആലിങ്ങലമ്മ ടീമിന്റെ വീരനാട്യം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി TV ചാനലുകളിലും അവതരിപ്പിച്ച് ശ്രദ്ധേയരാണ് പെരിഞ്ഞനം ആലിങ്ങലമ്മ ടീം. സാമൂഹ്യ മാധ്യമത്തിലും ഇവർക്ക് നിറയെ ആരാധകരുണ്ട്. പൊള്ളിക്കണം അകം പൊള്ളിച്ചവൻ പുറം കടക്കണം, മമ്മനെ പിടിച്ചു തളച്ചിടണം, വല്ലാതുള്ള പുള കുതിർത്തിടണം. പൊള്ളിക്കണം അകം പൊള്ളിച്ചവൻ പുറം കടക്കണം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശലഭോത്സവം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ഒത്തുചേരലിനുമായാണ് കലോത്സവം സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കരീം, പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത്, സുജ ശിവരാമൻ, സന്ധ്യ സുനിൽ, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, ICDS സൂപ്പർവൈസർ DH ദീപ എന്നിവർ സംസാരിച്ചു. അവർ ഓരോ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർ ചെയ്യേണ്ടി വരും. പിന്നെ ശേഷി ഒരു പ്രയാസമില്ലാതെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നവർക്ക് ഏതോ ശേഷി കൂടുതലാണ്. എനിക്കറിയുന്ന തന്നെ 1-2 പേരുണ്ട്. ആ കുട്ടികളുടെ വീട്ടിൽ ഞാൻ ദിവസം പോയപ്പോ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഒരു പാട്ട് പാടാം, കവിത പാടാം. വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂളിൽ വാർഷിക സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റിൻസിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തൃശൂർ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകനുമായിരുന്ന ഡോക്ടർ ഹരിദയാൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബിൽട്ടൻ തച്ചിൽ, സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക ഗ്ലാഡിസ്, സ്കൂളിലെ സ്പോർട്സ് മിനിസ്റ്റർ ജോവിൻ ജോഷി, അവനി എന്നിവർ സംസാരിച്ചു. സഹോദയ നീന്തൽ ഗോൾഡ് മെഡലിസ്റ്റായ ആൻഷിൻ റോബിൻ, സഹോദയ അത്ലറ്റിക് സിൽവർ മെഡലിന് അർഹനായ ശ്രീഹരി MS എന്നിവർ ചേർന്ന് ദീപശിഖ തെളിയിച്ചു. ഹെഡ് ബോയ് റിയോൺ കാക്കശ്ശേരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വിവിധ മത്സരങ്ങളും നടന്നു.
അന്തിക്കാട് പുത്തംപള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഉപദേവനായ ഗണപതിക്ക് ഗോളക സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. അന്തിക്കാട് കാട്ടാനിൽ വീട്ടിൽ ശ്രീദേവി രാംകുമാർ എന്ന ഭക്തയാണ് ഗോളക സമർപ്പണം നടത്തിയത്. ക്ഷേത്രം സെക്രട്ടറി ശാലിനി സന്ദീപ്, ക്ഷേത്രം പ്രസിഡന്റ് ആകാശ് അറയ്ക്കൽ, ജോയിന്റ് സെക്രട്ടറി റിജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ദ്രവ്യകലശത്തിന്റെ ഭാഗമായി ദ്രവ്യകലശം, രത്നകലശം, ആദിവാസ ഹോമം, കഷായ കലശം, ഔഷധ കലശം, പുഷ്പകലശം, പരികലശങ്ങൾ, വിവിധ കലശാഭിഷേകങ്ങൾ നടക്കുന്നു. വലപ്പാട് സെന്റർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രഥമ പൊതുയോഗം നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷനായി. സെക്രട്ടറി CR ഗണേഷ്, വാർഡ് മെമ്പർ CG സുരേഷ്, രാജു വെനിക്കൽ, K ഗോവിന്ദൻ മാസ്റ്റർ, RIM സക്കറിയ, TA ഗ്രിഗോറിയസ്, മേരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ആദ്യത്തെ മെമ്പർഷിപ്പ് K ഗോവിന്ദൻ മാസ്റ്റർ RIM സക്കറിയയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. നമ്മളുടെ വലപ്പാട് സെന്റർ മുതൽ അവേഴ്സ് റോഡ് വരെ അല്ലേ, അവേഴ്സ് റോഡ് വരെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ എടുക്കുന്നത്. അതോ മീൻചന്ത കൂടിയിട്ടാണോ? അപ്പോൾ അവേഴ്സ് റോഡ് തന്നെയാണ്. അതെ, വിശ്വവിഖ്യാതമായ അവേഴ്സ് റോഡ് കൂടിയിട്ടാണ് ഇപ്പം നിങ്ങളുടെ ഈ ഒരു അസോസിയേഷൻ്റെ കൂട്ടായ്മയുടെ വീടുകൾ എടുക്കുന്നത്. 1-ാം നമ്പർ വീടായിട്ട് നമ്മുടെ സെക്രട്ടറിയേക്കാട് തന്നെ വീട് തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു അസോസിയേഷൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. അന്തിക്കാട് കോൾപ്പടവ് പാടശേഖര കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം ശ്രീ കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാടശേഖര പ്രസിഡന്റ് സുധീർ പാടൂർ അധ്യക്ഷനായി. സെക്രട്ടറി V ശരത്, TJ സെബി, AV ശ്രീവത്സൻ, ജയപ്രകാശ് അന്തിക്കാട്, AG ഗോപാലകൃഷ്ണൻ, നന്ദൻ P എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെക്സ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ നടത്തി. കൗമാരക്കുട്ടികളിലെ മിഥ്യധാരണകൾ മാറ്റി യഥാർത്ഥ അറിവ് നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. CSM സെൻട്രൽ സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ തെറ്റായി ധരിച്ചിരുന്ന നിങ്ങളുടെ ജീവിതങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വളർച്ചയിലും അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിലും ഒക്കെ ഒരുപാട് ധാരണകളുണ്ടായി. നിങ്ങളുടെ വളർച്ചയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവും അല്ലേ? നമ്മൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പല്ലേ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതല്ലേ? അതുവരെ ഓടിച്ചാടി നടന്നിരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒരു പ്രായം കടന്നു പോകുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ മുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികൾ പ്രായം പൂർത്തിയാകാണ് അല്ലേ? അപ്പൊ അതും തെറ്റായ ഒരുപാട് പേടികളിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത് അല്ലേ? തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷയായി. ഫാമിലി കോർട്ട് കൗൺസിലർ ദേവി ദേവദാസ് ക്ലാസ് എടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ സിംഗ് വാലത്ത്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, CSM സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ദിനേശ് ബാബു, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ, സ്കൂൾ മാനേജർ PK ഹൈദരലി, സെക്രട്ടറി CM നൌഷാദ്, ICDS സൂപ്പർവൈസർ സിന്ധു KK, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനിഷ KS എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലൂർ പാലാഴിയിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്നവരെ പോലീസ് പിടികൂടി.
കൊടുങ്ങല്ലൂർ ഏഴാംകല്ല് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ റോഡ് തകർന്ന് യാത്ര ദുരിതം. വോട്ട് കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് ഒപ്പുശേഖരണം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.